ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഒത്തിരി ആൾവാസം കുറവാട്ടോ. ആളുകളൊന്നുമില്ല ഇവിടെ. അതെ, എല്ലാം വിജനമാണ് ഇവിടെയൊക്കെ. ഇങ്ങനെ ഇസ്രായേലി സ്ഥലമുണ്ട് കേട്ടോ. അവിടെയൊക്കെ വനങ്ങളാന്നേ. എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലൊക്കെ പാമ്പൊക്കെ ഉണ്ട്, എനിക്ക് പാമ്പിനെ പേടിയാ എന്നൊക്കെ ഞാൻ ഇവിടുത്തെ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മച്ചി പറയുക ഷീബേ ഇവിടെയും ഉണ്ടെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇസ്രായേലിൽ പാമ്പുണ്ട്. ഞാൻ ചുമ്മാ ഇവിടേക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുമായിരുന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ ചുമ്മാ നടക്കുമായിരുന്നു. പാമ്പുണ്ടെന്ന് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി. അതുകൊണ്ട് ഈവനിങ് ആകുമ്പോൾ ഇറങ്ങത്തില്ല, അല്ലാത്ത സമയത്ത് ഇറങ്ങും. ഇതൊരു തരം കുഞ്ഞു നാരങ്ങ, ചെറിയ നാരങ്ങ, കുഞ്ഞു നാരങ്ങ. ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഒരു ഫീലൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അടുത്തടുത്തടുത്തടുത്തടുത്തടുത്തടുത്ത് ആൾക്കാരൊക്കെ ഇല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെയൊക്കെ മരപ്രേമികളാണ്, മരത്തെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരൊക്കെയാണ്. എനിക്കും മരങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. അതേ കണ്ടോ, അതെ മധുരക്കിഴങ്ങ കേട്ടോ. അമ്മച്ചിയുടെ വീടാണ്, ആ വീട്ടിലോട്ട് പടർത്തി വിട്ടിരിക്കുന്നത് മധുരക്കിഴങ്ങ്. നല്ല ചൂടാ. അത് ഒലിവ് ട്രീ ആട്ടോ, അത് ഒലിവ് ട്രീയാ. ഇവിടെ ഒത്തിരി ഒലിവ് മരങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ മുള്ളു ചെടിയില്ലേ, മുള്ളു ചെടിയിൽ അത് പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളതിൻ്റെ ഫ്രൂട്ട്സ് കഴിക്കത്തില്ല, പക്ഷെ ഇവരതിൻ്റെ ഫ്രൂട്ട്സ് കഴിക്കും. അത് മൾബറിയാ. നോക്കിയേ, നമ്മുടെയൊക്കെ വീട്ടിലൊക്കെയാണ് ഇങ്ങനെയൊക്കെ പടർന്ന് പിടിച്ചെങ്കിൽ നമ്മളെപ്പോൾ അതിനെ പൊട്ടിച്ച് അതിനെ ഇല്ലാതെയാക്കി കളഞ്ഞെന്ന് വെച്ചാൽ മതി. ഇതിങ്ങനെ ഒരു വീട്ടിൽ പടർത്തി വിട്ടിരിക്കുക. അപ്പോൾ ഇത് മധുരക്കിഴങ്ങാ, കണ്ടാൽ പറയോ മധുരക്കിഴങ്ങാ. ഇന്ന് ഓക്കെ, ഫുള്ള് ഒരു വനപ്രദേശം പോലെയൊക്കെ ഇല്ലേ, ഫുള്ള് വനമാണ്. ഏക്കർ കണക്കിന് സ്ഥലം ഈ അമ്മച്ചിക്കുണ്ട് കേട്ടോ. ഇത് കിബൂസ് എന്നും പറയും, മോശാവ് എന്നും പറയും, അങ്ങനത്തെയൊക്കെ ഒരു സ്ഥലങ്ങളാണ് നമ്മുടെ നാട്ടിൽ. അതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ എല്ലാം ഉണ്ടെന്നാണ് തോന്നുന്നത്, എല്ലാ മരങ്ങളും